ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, 2 സവാള, 1 പിടി മല്ലിയില, പട്ട ഗ്രാമ്പ് ഏലക്ക ബേ ലീഫ്, 3 തക്കാളി അരച്ചെടുത്തതാണിത്. പിന്നെ പൊടികളായിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 പിഞ്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ നമുക്കെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ. പിന്നെ ഈ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. സവാള നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. അതല്ലെങ്കിൽ നമുക്കിതിലേക്ക് ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മുടെ സവാള ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ജീരകപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാൻ എടുത്തിരുന്ന മുളക് പൊടി കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂണോളം മുളക് പൊടി ഞാൻ പിന്നെയും ചേർത്ത് കൊടുത്തു. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ഇതിൽ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി നമുക്ക് ഏത് അരിയും വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് ബിരിയാണി റൈസ് എടുക്കാം, ബസ്മതി റൈസ് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. നമുക്കിത് പച്ചരി വെച്ചിട്ടും വീട്ടിലുള്ള പച്ചരി വെച്ചിട്ട് നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഈ റൈസ് കുക്കാവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റൈസിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം എന്നൊരു റേഷ്യോയിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ കുക്കർ അടച്ച് വെക്കാം. എന്നിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുന്ന ടൈമിൽ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മളടുത്ത് വേറെ എന്തെങ്കിലും വെജീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലാക്കി കൊടുക്കാം. പിന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. റൈസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് പച്ചരി വെച്ചിട്ടാണ്. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഞങ്ങളിവിടെ ചിക്കൻ ഫ്രൈയും ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായി എടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു തൈരിൻ്റെ സാലഡ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.